അടുത്ത പ്രോബ്ലമാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇൻറ്റു കോട്ടാക്സ് ഇസ് ഈക്വൽ ടു 2 cos x. ഇപ്പോൾ ഇത് dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിലാണ്. പി എന്ന് പറയുന്ന കോട്ടക്സും ക്യൂ എന്ന് പറയുന്നത് 2 cos x ആണ്. നമുക്ക് ആദ്യം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇൻറ്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻറ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ പിക്ക് പകരം കോട്ടക്സ്, അപ്പോൾ ഇൻറ്റഗ്രൽ കോട്ടക്സ് ഡി എക്സ് എന്ന് വരും. കോട്ടക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് സൈൻ എക്സ് എന്നാണ് കിട്ടുന്നത്. ഇനി ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് ആണ്. ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സിന് വരും ലോഗ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് വരും. ഇ റൈസ് ടു ലോഗ് സൈൻ എക്സിന് നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി സൊല്യൂഷനാണ്. ഇതാണ് സൊല്യൂഷൻ. y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ q ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ എക്സ് ആണ്. അപ്പോൾ y ഇൻറ്റു സൈൻ എക്സ്, q എന്ന് പറയുന്നത് 2 cos x, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇത് 2 sin x cos x എന്ന് വായിക്കാം. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. ഇനി sin 2x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. sin 2x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos 2x ബൈ 2 എന്ന് വരും. അടുത്ത പ്രോബ്ലം dy ബൈ ഡി എക്സ് പ്ലസ് വൈ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സിക് എക്സ്. അപ്പോൾ dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ, അപ്പം പി എന്ന് പറയുന്നത് ടാൻ എക്സ്, അപ്പം പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് സിക് എക്സ്. ഓക്കെ, അപ്പം പിയും ക്യൂവും എഴുതി. ഇനി നമുക്ക് പി എന്നുള്ള ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. പി എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ പി ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് വേണ്ടത്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് ആണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ പി ഡി എക്സിന് പകരം നമുക്ക് ലോഗ് സീക്ക് എക്സ് കൊടുക്കാം. ഇ റൈസ് ടു ലോഗ് സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ ആൻസർ സീക്ക് എക്സ്. അപ്പം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. അടുത്ത നമ്മൾ സൊല്യൂഷൻ ആണ് എഴുതേണ്ടത്. ഇതാണ് സൊല്യൂഷൻ. y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ q ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് എക്സ്, y ഇൻറ്റു സീക്ക് എക്സ്. അടുത്ത q ആണ്. q എന്ന് പറയുന്നത് സീക്ക് എക്സ്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറും സീക്ക് എക്സ് ആണ്. ഇൻറ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർഡ് എക്സ് ആണ്. ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. അപ്പോൾ ഇതാണ് ആൻസർ. y സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. അടുത്ത പ്രോബ്ലമാണ് സോൾവ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2xy ഇസ് ഈക്വൽ ടു 4x സ്ക്വയർഡ്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൂടെയുള്ള എക്സ് സ്ക്വയർഡ് പ്ലസ് 1നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം.
അപ്പോൾ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് x²+1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x²+1 കൊണ്ട് ഈ ഇക്വേഷനെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ x²+1 അങ്ങ് വെട്ടിപ്പോകും. പിന്നെ dy/dx. ഇവിടെ x²+1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയും x²+1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ dy/dx, ഇത് p, y, ഇത് q. അപ്പോൾ നമുക്ക് പിയും ക്യൂവും കിട്ടി. ഇനി പിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കണം. ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 2x/x²+1. ഇവിടെ x²+1 u എന്ന് കൊടുക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx is equal to du. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x dx ന് പകരം du. ഇത് u. ഇന്റഗ്രൽ du/u എന്ന് വരും, അതായത് log u is equal to യുവിന് പകരം x²+1. ഇതാണ് ഇന്റഗ്രൽ പി ഡി എക്സ് ലോഗ് x²+1. നമുക്ക് വേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് x²+1. e⁻log x²+1. ഈ ലോഗും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ x²+1 എന്ന് കിട്ടും. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ എഴുതണം. ഇതാണ് സൊല്യൂഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x²+1. ഇനി q എഴുതണം. q എന്ന് പറയുന്നത് ഇതാണ് 4x²/x²+1. ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ x²+1. ഈ x²+1 ഈ x²+1 വെട്ടിപ്പോകും. അപ്പോൾ ഇന്റഗ്രൽ 4x² dx എന്ന് വരും. 4 ഇൻറ്റു x²നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. x³/3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ആൻസർ. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു തവണ ഒന്ന് എഴുതി പഠിച്ചാൽ ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് പലതവണ എഴുതി പഠിക്കുക. ഇതോടുകൂടി നമ്മൾ യൂണിറ്റ് 4 കഴിഞ്ഞു. യൂണിറ്റ് 4 വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ 15 മാർക്ക് നമുക്ക് കിട്ടും. കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഏരിയ പഠിച്ചു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 4 ആവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂണിറ്റ് 4ൻ്റെ മാർക്ക് വാങ്ങിക്കാൻ കഴിയും.